ചെമ്പനിപ്പൂ സീരിയലിന്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത് നമ്മുടെ രേവതിക്ക് സച്ചി പുതിയൊരു താലി മേടിച്ചു കൊടുക്കുവാണ് കേട്ടോ. അത് ചന്ദ്രമതിക്ക് അത്ര ദഹിക്കുന്നില്ല കേട്ടോ. കാരണം സച്ചിയുടെയും രേവതിയുടെയും 60ാം കല്യാണ വാർഷികത്തിന് മാത്രമേ മേടിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ തള്ളൊക്കെ തള്ളിയതാണല്ലോ ചന്ദ്രമതി. അതുകൊണ്ട് തന്നെ ആ എപ്പിസോഡിന്റെ വിശേഷങ്ങൾ കേൾക്കാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ ഐക്കാട്ടിലും അതുപോലെ പിൻ കമന്റായിട്ടും കൊടുത്തേക്കാം കേട്ടോ. ബാക്കി വിശേഷങ്ങൾ നോക്കാം. നമ്മുടെ രേവതി ആ താലി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണേ. താലി മേടിച്ചുകൊണ്ട് വന്ന ഉടനെ തന്നെ നീ അത് ഇടുന്നു കരുതിയപ്പോൾ നീ എന്തോ ഐഡിയ വെച്ചു എന്നുള്ള കാര്യമല്ലേ പറഞ്ഞത്. അത് എന്ത് ഐഡിയ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ പറയാം, എന്റെ കൂടെ ഒരു സ്ഥലത്തേക്ക് വരണമെന്ന് പറയണേ. എങ്ങോട്ടാന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ പറയാം. എന്താ നീ കാർ ആദ്യം ബുക്ക് ചെയ്യണോ? അങ്ങനെ തന്നെയാണെന്ന് വിചാരിച്ചോ എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അങ്ങനെ രേവതി വീണ്ടും ആ താലിയിലേക്ക് നോക്കിയിട്ട് ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അല്ല രേവതി, നീ മുമ്പിട്ടത് ഇതുപോലത്തെ ഒരു താലി ഇല്ലായിരുന്നു എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതേ എന്ന് പറയുന്നുണ്ട്. അതിരിക്കട്ടെ, ആ നോട്ട്ബുക്ക് എവിടെ? ഏത് നോട്ട്ബുക്ക്? അല്ല, അന്ന് നമ്മൾ അമ്മയ്ക്ക് സ്വർണ്ണങ്ങളെല്ലാം ഊരി കൊടുത്തതിന് ശേഷം നീ ലിസ്റ്റ് എഴുതി വെച്ചിരിക്കുന്ന ആ നോട്ടില്ലേ, അതിൽ ഒരൈറ്റം കുറഞ്ഞില്ലേ, അത് വെട്ടണം. ഇതുപോലെ തന്നെ 1-2 വർഷത്തിനുള്ളിൽ നമുക്ക് എല്ലാം മേടിക്കാം എന്ന് പറയണേ. എന്തായാലും സച്ചിയേട്ടൻ മേടിച്ചുകൊണ്ട് വന്നത് നല്ല സന്തോഷമുള്ള കാര്യം തന്നെയാണ്. പക്ഷെ പെട്ടെന്ന് എവിടുന്ന് ഇങ്ങനെ ഒരു കാശ് കിട്ടിയത്? സച്ചിയേട്ടൻ തന്നെ ഡ്യൂ കിട്ടണം, അത് കിട്ടണം, ഇത് കിട്ടണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെ 1000 ചെലവുള്ളതിന്റെ ഇടയ്ക്ക് എങ്ങനെ ഇത് മേടിച്ചത്? നിങ്ങൾ കട എന്തെങ്കിലും മേടിച്ചോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് വേണ്ടിയിട്ട് സച്ചിയേട്ടൻ ഒരിക്കലും കഷ്ടപ്പെടരുത് എന്നൊക്കെ പറയുമ്പോൾ കട ഒന്നും മേടിച്ചിട്ടില്ല രേവതി. ഇന്ന് കാറിലൊരു സവാരി വന്നിട്ടുണ്ടായിരുന്നു. വലിയൊരു ബാഗുമായിട്ടാണ് അയാൾ കയറിയത്. അയാൾ ഇറങ്ങി പോകുന്ന സമയത്ത് ആ ബാഗ് എടുത്തില്ല. ബാഗിൽ ഞാൻ അയാൾ പോയി കഴിഞ്ഞതിന് ശേഷം തുറന്നു നോക്കിയ സമയത്ത് ഒരുപാട് പണം ഉണ്ടായിരുന്നു. നമുക്ക് ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ ഒരു വലിയ ഭാഗ്യം വന്നോ എന്നുള്ള കാര്യം ചിന്തിച്ചിട്ട് ഞാൻ ഭയങ്കരമായിട്ട് സന്തോഷിച്ചു. രാവിലെ നീയാണെന്നുണ്ടെങ്കിൽ ശബ്ദമൊക്കെ പറഞ്ഞിട്ടില്ലേ, സച്ചിയേട്ടനെ കൊണ്ട് പറ്റാത്തതൊന്നും ഇല്ല എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ അടിച്ച പോലെയല്ലേ പറഞ്ഞത്. അപ്പൊ ഞാൻ വിചാരിച്ച് നിന്റെ ശബ്ദം അങ്ങ് നിറവേറ്റായെന്ന്. അങ്ങനെ ആ പണവുമായിട്ട് പോയിട്ട് ഞാൻ സ്വർണം മേടിച്ചിട്ട് വന്നു. നിങ്ങൾ ചുമ്മാ ഓരോ കഥ അടിച്ചിറക്കണ്ട എന്നുള്ള കാര്യം രേവതി പറയുമ്പോൾ സത്യമാണെന്നൊക്കെ സച്ചി പറയാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. സച്ചിയേട്ടൻ ഒരിക്കലും മറ്റുള്ളവരുടെ പണം ആഗ്രഹിക്കുന്നവനല്ല. അങ്ങനെ ആരെങ്കിലും ബാഗ് കാറിൽ വെച്ച് മറന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സച്ചിയേട്ടൻ അവരെ തേടി പിടിച്ച് പോയിട്ട് കൊണ്ടുപോയി കൊടുത്തിട്ട് വരും. അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലെങ്കിലും കൊണ്ടുപോയിട്ട് ഏൽപ്പിച്ച് വരുമെന്ന് എനിക്കറിയാമെന്ന് പറയുമ്പോൾ ഓഹോ, അപ്പം എൻ്റെ കയ്യിൽ കാശ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഞാൻ അതുപോലെ കൊണ്ടുപോയി കൊടുക്കുന്ന ഒരു പൊട്ടനാണെന്നാണ് നീ ഇപ്പോൾ പറഞ്ഞു വരുന്നതല്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ പൊട്ടനാണെന്നല്ല, നല്ലവരാണ്, ന്യായമായ ആളാണെന്നാണ് പറഞ്ഞു വരുന്നത്. പക്ഷെ ഒരു കുഴപ്പം മാത്രമേ ഉള്ളൂ, ദേഷ്യമാണ് പ്രശ്നം. വായി തോന്നുന്നതൊക്കെ വിളിച്ചു പറയും. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് കൈ ഒങ്ങും. അതെ, എൻ്റെ കൈ അങ്ങനെ ചുമ്മാ ഇരിക്കില്ല. ഇങ്ങനെ ചുരുട്ടിങ്ങാണ്ട് ദാ കണ്ടില്ലേ കൈ ഞാൻ ഓങ്ങിയെന്ന് പറഞ്ഞിട്ട് രേവതിക്ക് നേരെ കൈ ഓങ്ങുവാണേ. അങ്ങനെ രേവതിയും അതുപോലെ സച്ചിൻ തമ്മിൽ ചെറിയൊരു റൊമാൻസ് സീനൊക്കെ ഉണ്ട് കേട്ടോ. തുടർന്ന് കാണിക്കാതെ നമ്മുടെ ശ്രുതി ആണെങ്കിൽ റൂമിൽ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ചന്ദ്രമതി അങ്ങോട്ടേക്ക് വന്നിട്ട് പറയുന്നത്, ശ്രുതി കണ്ടല്ലോ അവര് കാണിച്ചു കൂട്ടുന്ന കൂത്ത്, എന്തോ 100 പവന്റെ സ്വർണ്ണം എന്തോ മേടിച്ച പോലെ ഭയങ്കര പൊങ്ങച്ചം കാണിക്കുന്നത് കണ്ടില്ലേ? അതെ ആന്റി, ഇപ്പോഴും താലി ഇടുന്നത് മഞ്ഞക്കയറിനകത്ത് തന്നെയല്ലേ? എന്നിട്ടും രേവതിയുടെ ഒരു അഹങ്കാരം കണ്ടില്ലേ? എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ഇവൻ എങ്ങനെ ഇത്രയും പെട്ടെന്ന് ഇത് മേടിച്ചു കൊടുത്തെന്നുള്ള കാര്യം അറിയില്ല എന്നുള്ള കാര്യം ചന്ദ്ര പറയാണേ. ഇതെല്ലാം ആ പൂക്കെട്ടുന്നവളുടെ പണിയായിരിക്കും. ഇത്ര നാളായിട്ട് വരാത്ത കാശ് ഇപ്പൊ എങ്ങനെ പെട്ടെന്ന് വന്നത്? രേവതി പൂക്കട തുടങ്ങിയതിന് ശേഷം ഇപ്പൊ നല്ല കാശുണ്ടാക്കുന്നുണ്ട്. ഇവളായിരിക്കും സച്ചിയുടെ അടുത്ത് പറഞ്ഞിട്ട് താലി മേടിക്കാനുള്ള കാശ് കൊടുത്തിട്ടുണ്ടാവുക. ഇപ്പൊ നമ്മുടെ മുമ്പിൽ ഒന്നും അറിയാത്ത പോലെ നിൽക്കുവാണ്. ഇത് കേൾക്കുമ്പോൾ ശ്രുതിയും പറയുന്നുണ്ട്, ഒരുപക്ഷെ ആന്റി ശരി തന്നെയായിരിക്കും. അല്ലാണ്ട് സച്ചി കാർ ഓടിച്ചിട്ട് എങ്ങനെ ഇത്രയും പണം കുറച്ച് നാളുകൊണ്ട് സമ്പാദിക്കുക? അതെ, അതിനൊരു ചാൻസും ഇല്ല. അവന് കുറച്ച് പണം കിട്ടുമ്പോഴേക്കും അവൻ കുടിക്കാനാണ് പോവുക. ഇവളായിരിക്കും പണം കൊടുത്തിട്ട് അവന്റെ അടുത്ത് സ്വർണം മേടിക്കാൻ വേണ്ടി പറഞ്ഞത്. ഒന്നുമില്ലാത്തവള് സ്വർണം മേടിക്കുന്ന സമയത്ത് നീ ചുമ്മാ ഇരിക്കാൻ വേണ്ടി പാടില്ല. എനിക്ക് മനസ്സിലായില്ല ആന്റി, ഇതിലിപ്പോ ഞാൻ എന്ത് ചെയ്യാനെന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുമ്പോ താലി, ചെയിന്, ഗുണ്ടുപണി ഇതെല്ലാം നീ മേടിച്ചങ്ങ് ഇടുന്ന് പറയണേ. അവളേക്കാൾ വലിയ നിലയിലാണ് നീ എന്നുള്ള കാര്യം എല്ലാവരും അറിയണ്ടേ? എന്തായാലും ആന്റി 2-3 മാസത്തിനുള്ളിൽ താലി പിരിച്ച് കോർക്കുന്ന ചടങ്ങ് ചെയ്യാന്നുള്ള കാര്യം ആന്റി പറഞ്ഞില്ലേ? അപ്പൊ നമുക്ക് മേടിക്കാന്ന് ശ്രുതി പറയുമ്പോ അതൊക്കെ നമുക്ക് അപ്പം നോക്കാം. നിന്റെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് മേടിച്ചു തരില്ല എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, അല്ല ആന്റി, അച്ഛൻ ട്രിപ്പിന് പോയിരിക്കുകയാണ്, ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല എന്ന് പറയുമ്പോഴേക്കും യോ എന്തോ ശ്രുതി ഇത്, എപ്പൊ നോക്കിയാലും ബിസിനസ് എന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവുക? ഒരു കണക്കിന് അതും ശരി തന്നെയാണ്. എന്നാലല്ലേ നന്നായിട്ട് സമ്പാദിക്കാൻ വേണ്ടി പറ്റൂ. അവര് വന്നില്ലെങ്കിൽ എന്താ പ്രശ്നം? പൊങ്കലിന് നിന്റെ ചെറിയച്ഛൻ നാട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നല്ലോ, അവരുടെ അടുത്ത് പറഞ്ഞിട്ട് നിന്റെ അച്ഛൻ്റെ അടുത്ത് മേടിച്ചു കൊടുക്കാൻ പറ. നിന്റെ ചെറിയച്ഛൻ നല്ല തങ്കപ്പെട്ട മനുഷ്യനാണ്, നിന്റെ മേൽ ഒരുപാട് സ്നേഹമുണ്ട്. നീ ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഉറപ്പായിട്ട് മേടിച്ചു തരും. ഈ രേവതിയെ പോലെ കാപ്പവനും അരപ്പവനും ഒന്നും അല്ല മേടിക്കുക. നിന്റെ അച്ഛൻ വിചാരിച്ചു കഴിഞ്ഞാൽ കിലോ കണക്കിനോ മേടിച്ചു തന്നൂടെ? കിലോ കണക്കിനോ എന്നുള്ള കാര്യം ശ്രുതി മനസ്സിൽ വിചാരിച്ചിട്ട് നമ്മുടെ ബീരാൻ ഇറച്ചിക്കടയിൽ കിലോ കണക്കിന് ഇറച്ചി കൊടുക്കുന്ന കാര്യമാണ് കേട്ടോ ഓർക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ആ ആന്റി കിലോ കണക്കിന് മേടിച്ചു തരും. പിന്നെന്താ പ്രശ്നം? അവർ വിചാരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിന്റെ കഴുത്ത് മുതൽ കാല് വരെ സ്വർണം കൊണ്ട് പോയിച്ചില്ലേ?
നീ ഫോൺ ചെയ്തുകൊണ്ട് ഞാൻ സംസാരിക്കാന്ന് പറയണേ. അയ്യോ ആൻറ്റി, ഈ ചെറിയ വിഷയങ്ങളൊക്കെ എന്തിനാ ആൻറ്റി വെറുതെ അവരുടെ അടുത്ത് സംസാരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അതിനെന്താ, ഞാൻ അവരുടെ ബന്ധുവല്ലേ, അതൊന്നും ഒരു പ്രശ്നമില്ല, നീ ഫോൺ ചെയ്തുകൊണ്ട് ഞാൻ സംസാരിക്കാന്ന് പറയണേ. വേണ്ട ആൻറ്റി വേണ്ട, ആൻറ്റി അങ്ങനെ ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ സ്വർണത്തിന് വേണ്ടിയിട്ടാണ് ആൻറ്റി വിളിച്ചതെന്നുള്ള കാര്യം വിചാരിക്കും, പിന്നെ അവർ വേറെ എന്തെങ്കിലുമൊക്കെ വിചാരിച്ചാലോ എന്ന് ചോദിക്കുന്നുണ്ടേ ശ്രുതി. ഇത് കേൾക്കുമ്പോൾ ചന്ദ്രമതി, ഓ അങ്ങനെയുണ്ടല്ലേ, ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചില്ല. ഞാൻ സ്വർണത്തിന് വേണ്ടിയിട്ടല്ല ചോദിച്ചത്, ആ രേവതിയുടെ മുമ്പിൽ നീ തലപൊക്കി നിൽക്കണ്ടേ, അതിനുവേണ്ടി പറഞ്ഞതാണ്. പൂക്കെട്ടുന്നവള് ഇത്രയും അഹങ്കാരം കാണിക്കുന്നുണ്ടെങ്കിൽ നീ അവളേക്കാൾ വലിയ നിലയിൽ കോടീശ്വരന്റെ മകളല്ലേ, അപ്പോൾ ഇതിനേക്കാൾ കൂടുതൽ നീ കാണിക്കണ്ടേ. ഇപ്പൊ നീ വർഷയെ തന്നെ നോക്ക്, അവളുടെ സംസാരവും അവളുടെ നടപ്പും എല്ലാം റിച്ച് ആയിട്ടാണ്. നീയും അങ്ങനെ തന്നെയാണ് നടക്കേണ്ടത്. എന്നാൽ നീ കുറച്ച് നമ്മുടെ നാട്ടിലെ ആചാരം പോലെയൊക്കെയാണ് നടക്കുന്നത്, അതും നല്ലതൊക്കെ തന്നെയാണ്. പക്ഷെ എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും നിനക്ക് അവളെക്കാൾ കൂടുതലായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റൂ എന്നുള്ള കാര്യം രേവതിയെ കാണിക്കണ്ടേ, അതിനു വേണ്ടി പറഞ്ഞതാണ്. ഇതെല്ലാം കേൾക്കുമ്പോൾ ശ്രുതി ആകെ പെട്ട അവസ്ഥയിലാണ്. എന്തായാലും ആൻറ്റി, ഞാൻ ചെറിയച്ഛൻ്റെ അടുത്ത് സംസാരിക്കാന്ന് പറയണേ. ഒരുപാട് സന്തോഷം മോളെ, നീ മറക്കാതെ സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രമതി അവിടെ നിന്ന് പോവാണ്. ചന്ദ്രമതി പോയി കഴിഞ്ഞിട്ട് ശ്രുതി ചിന്തിക്കുന്നുണ്ട്, ഇവരെപ്പം നോക്കിക്കഴിഞ്ഞാലും പണം സ്വർണം എന്നുള്ള ഒരു ചിന്ത മാത്രമേ ഉള്ളല്ലോ, ഇനിയിപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യും എന്നുള്ള കാര്യം ആലോചിച്ച് ടെൻഷനിലാണ്. അത് കഴിഞ്ഞിട്ട് ശ്രുതി ബ്യൂട്ടി പാർലറിൽ നിൽക്കുന്ന സമയത്ത് ഈ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ നമ്മുടെ മീരയുടെ അടുത്ത് പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ മീര ഫുള്ള് ചിരിക്കുകയാണ് കേട്ടോ. എന്തിനാണ് നീ ചിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ, നീ പറഞ്ഞത് ആലോചിച്ചിട്ട് ഞാൻ ചിരിച്ചതാണ്. എന്റെ അവസ്ഥ നിനക്കിപ്പോ ശരിയായിട്ടാണോ തോന്നുന്നത്? അല്ലടി, നിന്റെ അമ്മായിമ്മ പറഞ്ഞത് സത്യം തന്നെയല്ലേ? നീ നിന്റെ ഇളയച്ചിന്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ കിലോ കണക്കിന് നിനക്ക് കൊണ്ടുതരില്ലേ? ഇറച്ചി എല്ലോ ഓരോ കിലോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് എത്ര വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കിലോ കണക്കിന് അയാൾ കൊണ്ടുതരില്ലേ? എന്നിട്ട് മീര വീണ്ടും ചിരിക്കുന്ന സമയത്ത് നീ ഒന്ന് മിണ്ടാതിരിക്കടി. എന്റെ അമ്മായിമ്മ അതിനെക്കുറിച്ച് ചോദിച്ച സമയത്തുണ്ടല്ലോ, എനിക്കും ആ സീന് തന്നെ ഓർമ്മ വന്നെന്ന് പറയുകയാണെ ശ്രുതി. ഈ കാര്യങ്ങളെല്ലാം ആന്റിക്ക് അറിഞ്ഞാലുണ്ടല്ലോ, ഉടനെ തന്നെ എന്നെ കറി വെട്ടും അവര്. അതെന്തായാലും ഒരു ദിവസം കൺഫേം ആയിട്ട് നടക്കാൻ വേണ്ടി പോകുന്ന കാര്യമല്ലേന്ന് മീര ചോദിക്കുമ്പോൾ, നീയും എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? എടി, കുറെ നാളൊന്നും നമുക്ക് ഈ കള്ളത്തരങ്ങൾ പിടിച്ചു നിൽക്കാൻ വേണ്ടി പറ്റില്ല. നീ ഇവിടുത്തെ കാര്യം തന്നെ നോക്ക്, ഇവിടെ മുടി വെട്ടാൻ വേണ്ടിയിട്ട് ആൾക്കാർ വരും, അവരങ്ങനെ തന്നെ പോകുമോ? ഇല്ലല്ലോ, വീണ്ടും വളരുന്നതിനനുസരിച്ച് വെട്ടി വരും. നീ എന്തൊക്കെയോ കള്ളം പറഞ്ഞിട്ട് ഇങ്ങനെ ഒപ്പിച്ചു പോകുന്നുണ്ട്. എന്നാ നീ ഒരു ദിവസം ഉറപ്പായിട്ടും പിടിക്കപ്പെടും, അത് കൺഫേം ആണ്. അന്ന് നിന്റെ തല മൊത്തത്തില് മുട്ടയടിച്ചിട്ട് ചന്ദനം തേച്ച് വിടും. താലി അതുപോലെ ഗുണ്ടുമണി എല്ലാം ഇടാൻ വേണ്ടിയിട്ട് ആന്റി പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. ഇതിനൊക്കെ ഞാൻ എന്ത് ചെയ്യും? അതൊക്കെ ഇരിക്കട്ടെ, അതുപോലെ തന്നെ ചെറുതെന്തെങ്കിലും മേടിച്ചിട്ടൂടെ എന്നുള്ള കാര്യം മീര ചോദിക്കുമ്പോൾ, കാശിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ എവിടെയാടി പോവുക? ഉണ്ടായിരുന്ന കാശൊക്കെ അന്ന് ഷെയർ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ കൊടുത്തു. അപ്പോൾ ആന്റണിയുടെ അടുത്ത് നിന്ന് കടം മേടിച്ചാലോ എന്ന് ചോദിക്കുമ്പോൾ, എത്രയാണടി ഞാൻ അയാളുടെ അടുത്ത് നിന്ന് കടം മേടിക്കുക? പിന്നെ കൊടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ലെങ്കിൽ അയാൾ വീട്ടിലേക്ക് വരും. അതൊന്നും വേണ്ട എന്ന് പറയുമ്പോൾ പിന്നെ എന്താ ചെയ്യാൻ വേണ്ടി പറ്റുക? എന്തായാലും താലി പിരിച്ചുകെട്ടലിന്റെ ആ ദിവസത്തേക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അതുവരെ ആ കാര്യം പറഞ്ഞ് പിടിച്ചു നിൽക്കാം. ഒരു കള്ളം പറഞ്ഞതിന്റെ പേരിൽ ഞാൻ പിടിച്ചു നിൽക്കാൻ വേണ്ടി പാടുന്ന പാടുണ്ടല്ലോ, അത് പറഞ്ഞാൽ മനസ്സിലാവില്ല. മൈ ഡിയർ ഫ്രണ്ട്, നമ്മൾ കള്ളം പറയുന്നതുണ്ടല്ലോ, ഐസും കെട്ടിൽ നിൽക്കുന്നത് മാതിരിയാണ്. ഒന്നെങ്കിൽ നീ ഓടി രക്ഷപ്പെടണം, അല്ലെങ്കിൽ ഐസ് കെട്ടി വേഗം ഉരുകി തീരും. പിടിക്കപ്പെടുന്നതിന് മുമ്പ് നീ എന്തെങ്കിലും ഒരു ഐഡിയ കണ്ടുപിടിച്ചോ, അല്ലെങ്കിൽ ഒറ്റയടിക്ക് നിന്റെ ഐസ് പെട്ടിയിൽ വെക്കും. നിന്റെ കൂടെ ചേർന്നതിന് എന്നെയും കൂടി ചേർത്തിട്ടായിരിക്കും വെക്കാൻ വേണ്ടി പോകുന്നത്. എടി, നീ എന്നെ പേടിപ്പിക്കരുതെന്നൊക്കെ പറയുമ്പോഴേക്കും ഒരു സ്റ്റാഫ് വന്നിട്ട്, മാഡത്തിനെ കാണാൻ വേണ്ടി ഒരാൾ വന്നിട്ടുണ്ടെന്ന് പറയണേ. ആരാന്ന് ചോദിക്കുമ്പോൾ ഇളയച്ചനെന്ന് പറയണേ. എടി, അയാൾ ഇവിടെയും വന്നോ എന്നുള്ള കാര്യം ചോദിക്കുകയാണ്. ബീരാൻ ഇവിടെ ഒന്നും വരില്ല എന്ന് പറയുന്നുണ്ട് ബീര. ഓ, അയാൾ അത്രയ്ക്കായോ എന്നുള്ള കാര്യം ചോദിച്ചും കൊണ്ട് പുറത്തേക്ക് വരുമ്പോൾ വന്നിരിക്കുന്നത് നവീനാണ് കേട്ടോ. ഓ, ഇവനാണോ ഇളയച്ചെന്നുള്ള കാര്യം പറഞ്ഞതെന്ന് ചോദിക്കുകയാണേ. സാർ അങ്ങനെയാണ് പറഞ്ഞതെന്നുള്ള കാര്യം ആ സ്റ്റാഫ് പറയുമ്പോൾ നമ്മുടെ ശ്രുതി പറയുന്നുണ്ട്, നിങ്ങൾ പോയിട്ട് ജോലി നോക്കൂ എന്നുള്ള കാര്യം പറഞ്ഞിട്ട് അവിടുന്ന് പറഞ്ഞു വിടുകയാണേ. തുടർന്ന് നവീൻ ചോദിക്കുന്നുണ്ട്, എങ്ങനെ സുഖല്ലേ കല്യാണി? സോറി, നീ ശ്രുതിയല്ലേ? നിനക്കിപ്പോൾ എന്താ വേണ്ടെന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുമ്പോൾ, എന്റെ മുടി കുറച്ച് അധികമായിട്ട് വളർന്നിട്ടുണ്ട്, ഒന്ന് വെട്ടിത്തരുമോ എന്നുള്ള കാര്യം ചോദിക്കുകയാണ്. ഇത് കേൾക്കുമ്പോൾ മീര പറയുന്നുണ്ട്, എടി നീ പോയിട്ട് ആ കത്രിക എടുത്തിട്ട് പോ, അവനെ നാക്കും കൂടി ചേർത്ത് വെട്ടാം. ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വന്നെന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുമ്പോൾ, എന്താ അറിയാത്ത പോലെ ചോദിക്കുന്നത്? പുതിയതായിട്ടൊന്നും ഞാൻ ചോദിച്ചിട്ടില്ലല്ലോ, ഈ മാസം വരേണ്ട കാശ് വന്നില്ല. എടാ, നീ എന്താടാ ശമ്പളത്തിന്റെ കാശ് ചോദിക്കുന്നത് പോലെ ചോദിക്കുന്നത്? അതെ, ശമ്പളം തന്നെയാണ്. കല്യാണിയുടെ ജീവിതം തകരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള രഹസ്യം എന്റെ മനസ്സിനുള്ളിൽ വെച്ചിരിക്കല്ലേ, അത് മറയ്ക്കാനുള്ള ശമ്പളം തന്നെയാണ് ഞാൻ ചോദിച്ചത്. കുറച്ചുനാൾ മുമ്പല്ലേ നിങ്ങൾ കാശ് മേടിച്ചിട്ട് പോയെന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുമ്പോൾ, അത് ദീപാവലിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു, പൊങ്കലിനൊന്നും കൊടുത്തില്ലല്ലോ. നിന്നെ തേടി ഞാൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ നീ കുടുംബത്തോട് കൂടിയിട്ട് നാട്ടിൽ പോയില്ലേ? എന്താ കല്യാണി, മലേഷ്യക്കായിരുന്നു പോയിട്ടുണ്ടായിരുന്നേ? അങ്ങോട്ട് നിനക്ക് പോകാൻ വേണ്ടി പറ്റില്ലല്ലോ, അവിടെ നിനക്ക് ആരാ ഉള്ളത്? നീ നിന്റെ ഭർത്താവിന്റെ നാട്ടിലേക്കല്ലേ പോയത്? അവിടേക്ക് ഞാൻ വരണമെന്ന് വിചാരിച്ചതാണ്. ഇവൻ അവിടെ വന്നായിരുന്നു എന്നുള്ള കാര്യം മീര ചോദിക്കുമ്പോൾ, ചേച്ചേ, ഞാനൊരു ജെന്റിൽമാനാണ്, കുടുംബം തകർക്കാനുള്ള പണിയൊന്നും ഞാൻ ചെയ്യില്ല, എനിക്ക് ആവശ്യമുള്ളത് പണമാണെന്നുള്ള കാര്യം നവീൻ പറയുന്ന സമയത്ത്, നീ എന്താ ATM മെഷീൻ പോലെ വന്നിട്ട് ചോദിച്ചുകൊണ്ടേ ഇരിക്കുന്നത്? ATM മെഷീൻ അല്ല കല്യാണി, എനിക്കൊരു ബാങ്ക് മാതിരിയാണ്, എത്ര ചോദിച്ചു കഴിഞ്ഞാലും തരണം അല്ലേ കല്യാണി?
നീ കാരണമാണ് എൻ്റെ ജോലി പോയത്. എൻ്റെ ഭാര്യയും മകനും എന്നെ വിട്ടിട്ട് പോകാനുള്ള കാരണവും നീ തന്നെയാണ്. മാനവും മര്യാദയും എല്ലാം പോയി എന്നൊക്കെ പറയുമ്പോൾ നിനക്കത് എപ്പോഴാണ് ഉണ്ടായിരുന്നെന്നുള്ള കാര്യം ചോദിക്കുകയാണ് മീര. കല്യാണി ഇവള് കുറച്ച് ഓവറായിട്ട് സംസാരിക്കുന്നുണ്ട്. നീ പണം താ, ഞാൻ പൊക്കോളാം. ഇത് കേൾക്കുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, എന്തിനാ എന്നെ ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നത്? എൻ്റെ കയ്യിൽ ഇപ്പോൾ പണമില്ല. ഞാൻ തന്നെ ഒരുപാട് പ്രശ്നത്തിന് നടുവിലുള്ളത്. എൻ്റെ ലൈഫ് രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോരാടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് കല്യാണി ഞാൻ നാട്ടിലേക്ക് വരാണ്ടിരുന്നത്. വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ നിന്റെ അവസ്ഥ എന്തായിരിക്കും നീ ഒന്ന് ചിന്തിച്ചു നോക്ക്. എനിക്ക് വേണ്ടത് പണമാണ്. തരുന്നുണ്ടോ അതോ ഞാൻ വീട്ടിലേക്ക് പോകണോ? എൻ്റെ കയ്യിൽ ഇപ്പോൾ പണമില്ല. എനിക്ക് 2 ദിവസം ടൈം തരണമെന്ന് കല്യാണി പറയുന്ന സമയത്ത് 2 ദിവസമോ? ആ ശരി, ഓക്കെ, നിനക്ക് വേണ്ടിയിട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാം. വന്നിട്ടില്ലെങ്കിൽ ഞാൻ നിന്നെ തേടി വരും. എന്തായാലും ഇപ്പം ഞാൻ പോവാം. നീ ചെന്നിട്ട് നിന്റെ ജോലി നോക്ക്. അപ്പോഴല്ലേ എനിക്ക് കാശ് തരാൻ വേണ്ടി പറ്റൂ. ഓൾറെഡി എൻ്റെ ആൻറ്റിയുടെ ടോർച്ചർ സഹിക്കാൻ വേണ്ടി പറ്റുന്നില്ല. അതിൻ്റെ ഇടയ്ക്ക് ഇവനും വരുന്ന ദേഷ്യത്തിന് ഏതെങ്കിലും റൗഡിയുടെ അടുത്ത് പറഞ്ഞിട്ട് ഇവൻ്റെ കൈയും കാലും അടിച്ചിട്ടാലോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ എന്തിനാ പുറത്തു ആളെ തപ്പുന്നത്? റൗഡി എന്ന് പറയുന്ന ഒരുത്തൻ നിന്റെ കുടുംബത്തിൽ തന്നെയല്ലേ? സച്ചിയുടെ അടുത്ത് പറഞ്ഞിട്ട് ഇവന്റെ കൈയും കാലും ഒടിച്ചിടാൻ പറ. നിന്റെ കല്യാണത്തിന് അവൻ തന്നെയല്ലേ ഇവനെ അടിച്ചു വീഴ്ത്തിയത്. അവൻ്റെ അടുത്ത് കൊടുത്താൽ മതി ഇവനെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടെന്നൊക്കെ പറയുമ്പോൾ നീ ചുമ്മാതിരിക്കണം. സച്ചിയുടെ കണ്ണിൽ ഇവൻ പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് തന്നെയാണ് പ്രശ്നം. ഇവൻ എന്തായാലും ഒരു തീരുമാനം ഉണ്ടാക്കണം. ഇവന്റെ കാര്യത്തിൽ എന്തായാലും ഒരു തീരുമാനം ഉണ്ടാക്കണം. തുടർന്ന് കാണിക്കുന്നത് നമ്മുടെ രേവതി സച്ചിയും കൂടി വണ്ടിയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് എങ്ങോട്ടാ പോകേണ്ടെന്നുള്ള കാര്യം പറയുന്നുണ്ട്. ഞാൻ പറയുന്നുണ്ടല്ലോ എങ്ങോട്ടാ പോകേണ്ടെന്നുള്ള കാര്യം. നീ എന്താ ഗൂഗിൾ മാപ്പാണോ ലെഫ്റ്റ് പോ റൈറ്റ് പോ എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട്? എന്തായാലും ഞാൻ പറയുന്നുണ്ടല്ലോ, നിങ്ങൾ വണ്ടി ഓടിക്കാൻ നോക്ക്. നീ ഇടയ്ക്കിടയ്ക്ക് എന്നെ ഇതുപോലെ പറയാതെ എങ്ങോട്ടെങ്കിലൊക്കെ കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. ഇപ്പം എങ്ങോട്ടാ പോകേണ്ടത്? നീ എന്താ പുതിയ സാരി കൊടുത്തിട്ടുണ്ടല്ലോ, എന്തെങ്കിലും വിശേഷം ഉണ്ടോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അങ്ങനെ തന്നെ വിചാരിച്ചോളൂ. അങ്ങനെ കുറച്ച് പോകുന്ന സമയത്ത് ലെഫ്റ്റിലോട്ട് തിരിയാൻ വേണ്ടി പറയുന്നുണ്ട്. അല്ല, ഈ വഴിയെ പോയി കഴിഞ്ഞാൽ നിന്റെ അമ്മയുടെ പൂക്കടയുള്ള ആ അമ്പലത്തിലേക്കല്ലേ എന്നുള്ള കാര്യം ചോദിക്കുകയാണേ. അതെ, അങ്ങോട്ട് തന്നെയാണ് പോകുന്നത്. ഓ, അതിന് വേണ്ടിയിട്ടാണ് നീ ഇത്രയും ബിൽഡപ്പ് തന്നത്. നിനക്ക് അങ്ങോട്ട് പോകാന്നങ്ങ് പറഞ്ഞാൽ പോരെ? അതിന് ഞാനിപ്പോൾ പറഞ്ഞില്ലെന്ന് ചോദിക്കുകയാണേ. അതൊക്കെ ഇരിക്കട്ടെ, ഇപ്പം എന്തിനാ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരുന്നത്? നിന്റെ അമ്മയെ കാണാൻ വേണ്ടിയിട്ടാണോ? പറഞ്ഞില്ലേ ഞാനൊരു ഐഡിയ വെച്ചിട്ടുണ്ടെന്ന്. അപ്പോഴേക്കും അമ്പലത്തിൽ എത്തുന്നുണ്ട് കേട്ടോ. ഓ, നീ താലി ഇടാൻ വേണ്ടിയിട്ട് ഇവിടുന്നായിരിക്കുമല്ലോ ഇടാന്ന് വിചാരിച്ചത്. എന്തായാലും പ്രാർത്ഥിച്ചിട്ട് താലി കെട്ടാന്നുള്ള കാര്യത്തെക്കുറിച്ചായിരിക്കുമല്ലോ നീ വിചാരിച്ചിട്ടുണ്ടാവുമെന്നൊക്കെ പറയുമ്പോൾ അതൊന്നുമല്ല, നിങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു കാര്യമുണ്ടെന്ന് പറയണേ. അങ്ങനെ സച്ചി രേവതി ഇറങ്ങുമ്പോഴേക്കും നമ്മുടെ ദേവും ശരത്തും അമ്മയും എല്ലാവരും കൂടി ഓടി ചെല്ലുന്നുണ്ട് കേട്ടോ. നാട്ടിൽ പോയി വന്നതിന് ശേഷം വീട്ടിലോട്ടൊന്നും കണ്ടില്ലല്ലോ എന്നുള്ള കാര്യം ദേവ് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ ഞാൻ വിളിച്ചതല്ലേ നാടൊക്കെ ഒന്ന് കാണാമെന്ന് പറഞ്ഞിട്ട് വരാൻ വേണ്ടി പറഞ്ഞതല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒരുപാട് ഓർഡർ ഉണ്ടായിരുന്നു മോനെ മാലയുടെ, അതാണ് വരാൻ പറ്റാണ്ടിരുന്നത്. പിന്നെ ഒരു ദിവസം വരാമെന്ന് പറയുന്നുണ്ട്. എന്തായാലും അടുത്ത പ്രാവശ്യം നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് പോകുന്നൊക്കെ സച്ചി പറയുന്നുണ്ട്. തുടർന്ന് ലക്ഷ്മി രേവതി പറഞ്ഞു താലി മേടിച്ചു കൊടുത്തു എന്നുള്ള കാര്യം. ഒരുപാട് സന്തോഷം സച്ചി. അമ്മേ, നിങ്ങൾ മാല കോർക്കുന്നത് പോലെ ലിസ്റ്റ് വലുതാണ്. ഇപ്പോൾ അതിൽ ഒരു ചെറിയ സാധനം മേടിച്ചു, അത്രേ ഉള്ളൂ. ഇനിയും ഒരുപാട് മേടിക്കാനുണ്ട്. ബാക്കിയുള്ള സ്വർണ്ണമൊക്കെ അലങ്കാരത്തിനാണ് മോനെ. ഒരു കല്യാണം കഴിഞ്ഞ പെണ്ണിന് താലിയാണ് പ്രധാനം. ഇത്രയും നാള് മഞ്ഞച്ചരടല്ലായിരുന്നു കെട്ടിക്കൊണ്ട് നടന്നത്. അത് ഓർക്കുന്ന സമയത്ത് കുറച്ച് വിഷമായിരുന്നു. എന്ത് ചെയ്യാനാണ് അമ്മേ, എൻ്റെ അമ്മ ഓരോരോ കാര്യങ്ങൾ ചെയ്തു. ഇവളാണെന്നുണ്ടെങ്കിൽ ശബ്ദവും ഇട്ടു. അത് കഴിഞ്ഞ് രേവതി അമ്മേ ഇതാണ് സച്ചിയേട്ടൻ എനിക്ക് മേടിച്ചു തന്നെന്നുള്ള കാര്യം പറഞ്ഞിട്ട് അമ്മയ്ക്ക് താലി കാണിച്ചു കൊടുക്കുന്നുണ്ട്. അത് കാണുന്ന സമയത്ത് നമ്മുടെ ശരത്ത് പറയുന്നുണ്ട് കേട്ടോ, ഓ ഇതിനും കുറച്ചും കൂടി പണം കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി വലുത് മേടിച്ചുകൂടായിരുന്നു എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ അമ്പരത പോലെ നോക്കുന്നുണ്ട്. ഇതിന് തന്നെയുടെ ഇത്രയും സമയം എടുത്തു, ഇനിയും താലി മാത്രമേ മേടിച്ചിട്ടുള്ളൂ, ചെയിൻ മേടിക്കാനുണ്ടെന്നുള്ള കാര്യം സച്ചി പറയണേ. അപ്പോഴേക്ക് ലക്ഷ്മി പറയുന്നത് മിണ്ടാതിരിക്കടാ, നീ താലിയൊക്കെ ഇത്ര വലുപ്പമുള്ളത് മാത്രമേ ഇടുള്ളൂടാ. അതും സച്ചി രേവതിക്ക് വേണ്ടിയിട്ട് മനസ്സ് നിറഞ്ഞ് മേടിച്ചു കൊടുത്തതാ. അത് തന്നെ വലിയ സന്തോഷമാണ്. സച്ചിയുടെ കുറച്ച് കൂട്ടി വെച്ചിട്ട് ചേച്ചിക്ക് മേടിച്ചു കൊടുക്കുന്നതാണല്ലോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇത്ര പെട്ടെന്ന് മേടിച്ചിട്ട് വന്നോ, എന്താ കാശ് എവിടെ നിന്ന് കിട്ടിയെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഇതെന്താ ഓരോരുത്തർ ഓരോ രീതി ചോദിക്കുന്നത്? ഞാൻ നേർവഴിക്ക് സമ്പാദിച്ച കാശ് തന്നെയാണ് ഇതെന്നുള്ള കാര്യം സച്ചി പറയുകയാണേ. അത് കഴിഞ്ഞ് രേവതി അമ്മ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം റെഡിയാണോ എന്നുള്ള കാര്യം ചോദിക്കുകയാണേ. എല്ലാം പക്കായിട്ട് റെഡിയാക്കിയിട്ടുണ്ടെന്ന് ശരത്ത് പറയുന്നുണ്ട്. എന്താ ഏർപ്പാടാണ്? ഉള്ളിൽ പോയിട്ട് പ്രാർത്ഥിച്ചിട്ട് താലിയിട്ട് അത്രയല്ലേ ഉള്ളൂ. ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ സച്ചേട്ടന് എല്ലാം മനസ്സിലാവുന്നുള്ള കാര്യം പറയണേ. അത് കഴിഞ്ഞിട്ട് ദേവ് പോയിട്ട് ഒരു കവർ എടുത്തുകൊണ്ട് വരുന്നുണ്ട്. ആ കവർ നമ്മുടെ രേവതിയുടെ കയ്യിൽ കൊടുക്കുമ്പോൾ ഇത് സച്ചേട്ട എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. എന്താ ഇതെന്ന് ചോദിക്കുമ്പോൾ ഇത് ഡ്രസ്സാണ് പുതിയത്, സച്ചേട്ടൻ പോയിട്ട് മാറ്റിയിട്ടിട്ട് വാ. എനിക്കോ പുതിയ ഡ്രസ്സോ എന്തിനാന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഇത് ഞാൻ മേടിച്ച് വെക്കാൻ വേണ്ടി പറഞ്ഞതാണ്. കാരണം എന്താന്നുള്ള കാര്യമൊക്കെ നിങ്ങൾക്ക് ഉള്ളിൽ കയറുന്ന സമയത്ത് മനസ്സിലാവും. പോയിട്ട് ഡ്രസ്സ് മാറ്റിയിട്ട് വരാമെന്ന് പറയണേ. എന്നിട്ട് എല്ലാവരുടെ മുഖത്തും ചിരിയാണ് കേട്ടോ. അത് കാണുന്ന സമയത്ത് സച്ചി വയ്ക്കുന്നുണ്ട്. എല്ലാവരും എന്താ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്നത് പോലെ ചിരിച്ചുകൊണ്ടിരിക്കുന്നത്? എന്താ കാര്യം? നിങ്ങൾ പോയിട്ട് ഡ്രസ്സ് മാറ്റിയിട്ട് വാ സച്ചേട്ടാ.
ഞാൻ നിനക്ക് സ്വർണ്ണം മേടിച്ചു തന്നതിന് നീ എനിക്ക് ഡ്രസ്സ് മേടിച്ചു തന്നതാണോ? ഞാനതൊന്നും ചോദിച്ചില്ലല്ലോ എന്നുള്ള കാര്യം ചോദിക്കും. ചുമ്മാ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു നിൽക്കാണ്ട് സച്ചിയുടെ പോയിട്ട് ഡ്രസ്സ് മാറ്റിയിട്ട് വാ എന്നുള്ള കാര്യം രേവതി പറയുന്നുണ്ട്. ശരത്തെ നീ കൂട്ടിക്കൊണ്ടു പോയെന്ന് പറയുമ്പോൾ വാ സച്ചിയേട്ടാ വാ എന്ന് പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ടു പോകണേ, എന്തൊക്കെയോ എല്ലാവരും ചേർന്ന് പ്ലാൻ ചെയ്യുന്നുണ്ടെന്നൊക്കെ പുറപുറത്തും കൊണ്ടാണ് സച്ചി പോകുന്നത്. തുടർന്ന് രേവതിയും ലക്ഷ്മിയും അതുപോലെ ദേവും ചേർന്നുകൊണ്ട് അമ്പലത്തിനുള്ളിലേക്ക് കയറുവാണ്. സച്ചിയേട്ടൻ്റെ അടുത്ത് ഒന്നും പറയാണ്ട് കൂട്ടിക്കൊണ്ട് വന്നതാണോ എന്നുള്ള കാര്യം ദേവ് ചോദിക്കുന്നുണ്ട്. അതെ, ഞാനൊന്നും പറയാണ്ട് കൂട്ടിക്കൊണ്ട് വന്നതാണ്. എന്താ കാര്യം എന്നുള്ള കാര്യം എന്റെ പുറകെ നടന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. ഇത് കേൾക്കുമ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട്, നീ പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ട് വരണ്ടേ എന്നുള്ള കാര്യം. അമ്മേ, ഇത് സർപ്രൈസ് ആവട്ടെ സച്ചേട്ടൻ എന്നുള്ള കാര്യം ദേവു പറയാണ്. എന്താണ് സച്ചേട്ടന്റെ റിയാക്ഷൻ എന്നുള്ള കാര്യം കാണാലോ. അപ്പോഴേക്കും നമ്പൂതിരി പുറത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് രേവതിയുടെ അടുത്ത് വിശേഷങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട്. ഇപ്പൊ കുറെ ആയിട്ട് കാണുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ കുറച്ച് തിരക്കിലായി പോയി എന്നും വീടിന്റെ മുറ്റത്ത് തന്നെ സച്ചേട്ടൻ പുതിയതായിട്ട് ഒരു പൂക്കട തുറന്നു വെച്ചിട്ടുണ്ടെന്ന് പറയണേ. ഈ അമ്മയുടെ അനുഗ്രഹം നിനക്ക് എപ്പോഴും ഉണ്ടാകുമെന്നും ദേവി എപ്പോഴും നിന്റെ കൂടെ തന്നെ ഉണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും സച്ചി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ചു മേടിച്ച ഡ്രസ്സ് ലൂസായിരിക്കുന്നു, പക്ഷെ അത് കറക്റ്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ടാണ് സച്ചി കയറി വരുന്നത്. ദേ രേവതി ഡ്രസ്സൊക്കെ മാറ്റി കേട്ടോ. അങ്ങനെ സച്ചിയുടെ അടുത്ത് അന്വേഷണം ചോദിക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ദേവതിക്ക് ഒരു കട വെച്ച് കൊടുത്തു എന്നുള്ള കാര്യം പറഞ്ഞല്ലോ, അതേ വെച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മാല എന്തെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്താൽ മതി, ഡെലിവറി ചെയ്ത് തരും എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ അദ്ദേഹത്തിൻ്റെ അടുത്തും പറയാണ്. ഓഹോ, ഇത് കേൾക്കുമ്പോഴേക്ക് ദേവ് ചോദിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് കോമ്പറ്റീറ്റർ ആയിട്ട് വരികയാണോ എന്നുള്ള കാര്യം ചോദിക്കുകയാണ്. ഞങ്ങളാണ് സീനിയേഴ്സ് എന്നൊക്കെ പറയുന്ന സമയത്ത് ഞാൻ ആർക്കും കോമ്പറ്റീറ്റർ ആയിട്ടൊന്നും വരുമല്ല. നമ്മുടെ റൂട്ട് എപ്പോഴും തനിയാണ്. നിങ്ങളുടെ കുഴപ്പം ഞാൻ എന്തിനാ ഇല്ലാതാക്കുന്നത്? സ്വാമി ഇവരുടെ നിന്ന് മേടിച്ചോളാൻ വേണ്ടി പറയാണ്. സച്ചേട്ട ആ ഭയം ഉണ്ടായിരിക്കട്ടെ എന്നുള്ള കാര്യം പറയുമ്പോൾ ലക്ഷ്മി ചുമ്മാതിരിക്കാനൊക്കെ പറയുന്നുണ്ട്. ഇപ്പോഴത്തെ കാലത്തെ പഠിച്ച് ആൾക്കാർ പോലും ഭർത്താവിന്റെ നേരെ കൈനീട്ടേണ്ട അവസ്ഥയാണ്. എന്നാൽ സച്ചി രേവതിക്ക് സ്വന്തമായിട്ടൊരു കട തന്നെ വെച്ചു കൊടുത്തു എന്നുള്ള കാര്യം പറയണേ. അവളെന്തിനാ എന്റെ നേരെ കൈനീട്ടുന്നത്? അവൾക്ക് തനിയെ ഒരു ജോലി അറിയാം, അത് അവൾ ചെയ്തിട്ട് അവൾ നന്നായിട്ട് സമ്പാദിക്കുന്നുണ്ട്. അങ്ങനെ ആ സമ്പാദ്യത്തിൽ നിന്ന് എനിക്ക് മേടിച്ചു തന്ന ഷർട്ടാണിത്, എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. സൂപ്പർ ആയിട്ടുണ്ടെന്നൊക്കെ അദ്ദേഹവും പറയാണ്. ഇങ്ങനെ ഒരു ഭർത്താവിനെ രേവതിക്ക് കിട്ടിയത് ആലോചിച്ചിട്ട് ഞാൻ ഒരുപാട് സന്തോഷത്തിലാണെന്നൊക്കെ പറയുന്നുണ്ട്. രേവതി ഭാഗ്യമുള്ള കുട്ടിയാണ്. രേവതി കാരണം നിങ്ങൾക്ക് എപ്പോഴും നല്ലത് മാത്രമേ നടക്കുള്ളൂ എന്നുള്ള കാര്യമൊക്കെ ആ നമ്പൂതിരി പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് ആ താലി മേടിച്ചിട്ട് പൂജിക്കാൻ വേണ്ടിയിട്ട് ഉള്ളിലേക്ക് കൊണ്ടുപോവാണ് അദ്ദേഹം. അങ്ങനെ താലി പൂജിച്ചിട്ട് പുറത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. എന്നിട്ട് താലി എടുക്കാൻ വേണ്ടി പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട്, താലി എന്താ ഞാൻ കെട്ടാനാണോ പറയുന്നത്? നമ്മുടെ ഊരിൽ അങ്ങനത്തെ പഴക്കമൊന്നുമില്ല എന്നുള്ള കാര്യം പറയുമ്പോൾ താലി എന്റെ കഴുത്തിൽ കെട്ടിത്തരാനാണ് പറഞ്ഞത്, ഞാൻ കെട്ടണമെന്നോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ നിങ്ങളല്ലേ എന്റെ ഭർത്താവ്, അതിന് നിനക്ക് ഞാൻ ഓൾറെഡി താലി കെട്ടി തന്നതല്ലേ, അത് ഒന്ന് അപ്ഡേറ്റ് ചെയ്യാണ്. ഇപ്പൊ വീണ്ടും നിങ്ങളുടെ കല്യാണം നടക്കാൻ വേണ്ടി പോവാന്ന് ദേവു പറയുന്നുണ്ടേ. ഓ അതിനാണോ നീ പുതിയ ഡ്രസ്സൊക്കെ മേടിച്ചു കൊടുത്ത് തന്നത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും ശരത്ത് പറയുന്നുണ്ട്, അതേ സച്ചേട്ടാ, ചേച്ചി രാവിലെ തന്നെ വിളിച്ചിട്ട് എല്ലാ അറേഞ്ച്മെന്റ്സും ചെയ്യാൻ വേണ്ടി പറഞ്ഞു, അതാണ് അമ്പലത്തിലും ചെയ്തത്. എന്താ രേവതി ഇതൊക്കെ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ചേട്ടൻ മേടിച്ചു തന്ന താലി സച്ചേട്ടനെ കൊണ്ട് തന്നെ കെട്ടിക്കണമെന്ന് എനിക്ക് തോന്നി. തുടർന്ന് ലക്ഷ്മി പറയുന്നുണ്ട്, ഇവള് ഫോൺ ചെയ്ത് പറഞ്ഞപ്പോ എനിക്കൊന്നും മനസ്സിലായില്ല മോനെ, എന്തിനാ ഇതൊക്കെ എന്നുള്ള കാര്യം ഞാനും ചോദിച്ചു. പക്ഷെ അവള് പറഞ്ഞു എന്റെ അടുത്ത്, ആദ്യം എന്റെ കഴുത്തിൽ താലി കിട്ടിയ സമയത്ത് അവൾ അത്ര സന്തോഷത്തിലല്ലായിരുന്നു എന്ന്. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കും എന്റെ താലി കഴുത്തിൽ നിൽക്കാണ്ട പോയത്. ഇപ്പോ മനസ്സാലെ താലി കെട്ടണം എന്നുള്ള കാര്യം അവൾ ആഗ്രഹിക്കുന്നു. അത് കേട്ടപ്പോ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി, അതുകൊണ്ടാണ് ഈ ഏർപ്പാടൊക്കെ ചെയ്തതെന്നുള്ള കാര്യം പറയുന്നുണ്ട്. കറക്റ്റാണ് അമ്മേ, അന്ന് കല്യാണം ആയ സമയത്ത് കല്യാണം നടക്കാൻ വേണ്ടി പോയെന്നുള്ളൊരു ചിന്തയെ എനിക്കില്ലായിരുന്നു. അച്ഛൻ പറഞ്ഞപ്പോ ഞാനും ശരിയെന്ന് പറഞ്ഞു. അന്ന് എനിക്ക് മൊത്തം വെറുപ്പായിരുന്നു. ഇവളുടെ മുഖം പോലും ഞാൻ ശരിക്കും നോക്കിയിട്ടില്ല, എന്തോ കടമയ്ക്ക് വേണ്ടിയിട്ട് കെട്ടിയതാണ്. അപ്പോ അന്ന് നിങ്ങൾക്ക് ഇഷ്ടമില്ലാണ്ട് കല്യാണം നടന്നതാണോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമ്പൂതിരി ചോദിക്കുമ്പോൾ അതെ, ഇഷ്ടമില്ലാതെ താലി കെട്ടിയെന്നുള്ള കാര്യം പറയുമ്പോൾ അതെ ഞാനും അങ്ങനെ തന്നെയാണെന്ന് രേവതിയും. ഇത് കേൾക്കുമ്പോൾ നമ്പൂതിരി പറയുന്നുണ്ട്, കല്യാണത്തിന് ജാതക പൊരുത്തം മാത്രം പോരാ, മനപ്പൊരുത്തം കൂടി വേണം. നിങ്ങൾക്ക് രണ്ടുപേർക്കും കല്യാണം ആയതിനു ശേഷമാണ് ആ പൊരുത്തം വന്നത്. ഇന്ന് നല്ല ദിവസമാണ്. ഇന്ന് കല്യാണം നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ രണ്ടുപേരുടെയും ആയുസ് ദീർഘായുസായിരിക്കും. ഓഹോ, അപ്പോൾ കല്യാണം കഴിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അല്ലേ എന്നെ കടത്തിക്കൊണ്ട് വന്നതെന്നുള്ള കാര്യം സച്ചി വയ്ക്കുമ്പോൾ പിന്നെ നിങ്ങൾ ചെറിയ പയ്യനല്ലേ കടത്തിക്കൊണ്ട് വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ രണ്ടുപേരും മാല അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് താലി എടുത്തോളാൻ വേണ്ടിയിട്ട് സച്ചിയുടെ അടുത്ത് നമ്പൂതിരി പറയുന്ന സമയത്ത് നമ്മുടെ സച്ചി അമ്മ താലി എടുത്ത് തരാൻ വേണ്ടി പറയണേ. അയ്യോ ഞാനോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതേ അമ്മ തന്നെ ചെയ്താൽ മതി എന്ന് പറയണേ. അയ്യോ രേവതിയുടെ അച്ഛനില്ല എന്നുള്ള കാര്യം പറയുമ്പോൾ അതുകൊണ്ടല്ലേ, അച്ഛനും അമ്മയും എല്ലാം അമ്മ തന്നെയല്ലേ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എടുത്തു തരാൻ വേണ്ടിയിട്ട്. നല്ല മനസ്സോട് കൂടിയിട്ട് ആരെന്ത് ചെയ്തു കഴിഞ്ഞാൽ നല്ലത് മാത്രമേ സംഭവിക്കുള്ളൂ. ഇത് കേൾക്കുമ്പോൾ രേവതിയും പറയുന്നുണ്ട്, അമ്മ എടുത്തു കൊടുക്ക്. അങ്ങനെ ലക്ഷ്മി തന്നെ താലി എടുത്തിട്ട് സച്ചിയുടെ കയ്യിലേക്ക് കൊടുക്കുകയും സച്ചി നമ്മുടെ രേവതിയുടെ കഴുത്തിൽ വീണ്ടും മനസ്സറിഞ്ഞ് സ്നേഹത്തോടു കൂടി തന്നെ താലി കെട്ടുകയാണ്. താലി കെട്ടുന്നതിന് മുമ്പായിട്ട് സച്ചി പറയുന്നുണ്ട്, ആദ്യം താലി കെട്ടിയ സമയത്ത് അത് താലി കെട്ടിയ പോലെ എനിക്ക് തോന്നിയില്ല, എന്തോ സ്വപ്നം പോലെയാ തോന്നിയത്. എന്നാൽ ഇപ്പോൾ മനസ്സ് അറിഞ്ഞുകൊണ്ടാണ് കെട്ടുന്നത്. മനസ്സ് മൊത്തം രേവതിയെ എന്റെ ഭാര്യയായിട്ട് വിചാരിച്ചിട്ട്.
അങ്ങനെ താലി കെട്ടുവാണ് കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം സിന്ദൂരെടുത്തിട്ട് താലിയിലും അതുപോലെ നെറുകിലും ചാർത്തി കൊടുക്കാൻ പറയുന്നുണ്ട്. അങ്ങനെ കല്യാണം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ലക്ഷ്മിയുടെ ആശീർവാദമൊക്കെ മേടിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവരും ഭയങ്കര സന്തോഷമായിട്ട് നിൽക്കുന്ന ആ രംഗത്തോട് കൂടിയിട്ടാണ് കേട്ടോ മറ്റൊരു എപ്പിസോഡിന്റെ രംഗം അവസാനിക്കുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങൾ കേൾക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡിൽ നിന്ന് കമന്റ് ചെയ്യണേ. താങ്ക്